ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തടസ്സങ്ങളൊന്നുമില്ലാതെ കർമ്മം നടന്നാ മതി. ബലികർമ്മത്തിന് വേണ്ട ഉണക്കലരി കിട്ടിയിട്ടുണ്ടച്ച. ഇനി കിട്ടാനുള്ളത് ദർഭപ്പുല്ലും രാമച്ചുവ, അതും വേണം. അവന് ഞാൻ തൂക്കുകയറ് വാങ്ങി കൊടുത്തിരിക്കും. ഒരുപക്ഷെ നീതിയെ വിലക്കെടുത്ത് അവൻ രക്ഷപ്പെട്ട കൊല്ലും ഞാൻ. രാഗി, റിലാക്സ്. നാളെ നേരം വിളിക്കുന്നത് നിനക്ക് സന്തോഷം തരുന്നൊരു വാർത്തയുമായിട്ടായിരിക്കും. എനിക്ക് സന്തോഷം തരുന്ന വാർത്തയോ? അതെ. വെയിറ്റ്. കാണാൻ പോകുന്ന വെടിക്കിട്ട് കഥ പറഞ്ഞ് അറിയിച്ച് അതിന്റെ സുഖം കെടുത്തണോ? വേണ്ട, നീ കാത്തിരുന്നോ. തരണം മോളെ. രണ്ടാം താലികെട്ടിന്റെ ആഘോഷത്തിനിടയില നീ വിക്രമം പുറത്തു പോയത്. ഒരു പക്ഷെ പ്രായം ചെന്ന് കാലഹരണപ്പെട്ട ഞങ്ങൾ അങ്ങനെ ഒരു ചടങ്ങിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. മാപ്പ് തരണം മോളെ, മാപ്പ്. ആചാരപ്രകാരമുള്ള ബലികർമ്മങ്ങൾ നടത്താൻ അച്ഛൻ തീരുമാനിച്ചിരിക്കുക. ഇനി മോളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷയ്ക്കുള്ള എല്ലാ വഴികളും മുട്ടിപ്പോയി. ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബലിക്കാക്കയുടെ രൂപത്തിൽ പറന്നു വരുന്ന മോളുടെ ആത്മാവിനെയാണ്. അവസാനമായി ഞങ്ങൾ തരുന്ന അന്നത്തിന്റെ പങ്ക് പറ്റാൻ എന്റെ മോള് വരണം. തിളച്ചുമറിയുന്ന മനസ്സിലെ ആശ്വാസത്തിന്റെ ഒരു തണുത്ത കാറ്റായി എന്റെ മോളുടെ സാന്നിധ്യം ഉണ്ടാവണം. അച്ഛാ, എനിക്കൊരു സംശയം. വർഷയുടെ ബലികർമ്മം നടക്കുന്നതിന് മുമ്പ് അവളുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് പതിവുള്ളതാണോ? അറിയില്ല മോളെ. ഞങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി അവളുടെ പടം വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. ബലിച്ചോറുണ്ണാൻ വർഷാന്റെ കാക്കയായിട്ട് പറന്നു വരെ വച്ചാ. എന്നാ മോളെ വിശ്വാസം. മരിച്ചവരുടെ ആത്മാവിന് തൃപ്തിയില്ലെങ്കിൽ വരില്ലെന്നും പറയുന്നു. ഇവിടെ കർമ്മം നടത്തുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വാക്കേറ്റവുമല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ബലിക്കാക്കി വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് ഹരിതേ. ഇവിടെ എന്തൊക്കെ തർക്കങ്ങൾ നടന്നാലും പാവം വർഷ ആരോടും അതൃപ്തിയോ സ്നേഹക്കുറവോ കാട്ടാത്തവള. ആരാ ബലികർമ്മം നടത്തുന്ന? മരിച്ചവരുടെ മക്കളാ നടത്തേണ്ടത്. മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്കോ രക്തബന്ധമുള്ള മറ്റാർക്കെങ്കിലോ നടത്താം. ബലികർമ്മം മനോജ് നടത്തിയ പോരെ അച്ഛ? കർമ്മയോട് ചോദിക്കണം മോളെ. കർമ്മയോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു. ബലികർമ്മം നടത്തുന്ന കാര്യത്തില് തർക്കവും വഴക്കവും ഒന്നുമില്ലാത്ത മനോജ് നടത്തുന്നതാ ഉത്തമമെന്ന് കർമ്മി പറഞ്ഞു. വർഷയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതില് ആദ്യമൊക്കെ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരുന്നു. എനിക്ക് സംഭവിച്ചത് തന്നെ അവൾക്കും സംഭവിച്ചല്ലോ എന്നൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അവളില്ലാതായപ്പോ
അതൊക്കെ ഞാൻ മറന്നു. അവളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ എന്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ കർമ്മം ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നന്നായി. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ മോളെ. എന്താ സുമിത്രേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛ. തടസ്സങ്ങളൊന്നും ഇല്ലാതെ കർമ്മം നടന്നാ മതി. ബലികർമ്മത്തിന് വേണ്ട ഉണക്കലരി കിട്ടിയിട്ടുണ്ട് അച്ഛ. ആ, ഇനി കിട്ടാനുള്ളത് ദർഭപ്പുല്ലും രാമച്ചുവ. അതും വേണം. കർമ്മി തന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ വാങ്ങി വെക്കണം. വാ ചേച്ചി.